എല്ലാവർക്കും നമസ്തേ. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം ആരംഭമാണ്. രാമായണ പാരായണം ചെയ്യുന്നവരൊക്കെ മുതൽ തുടങ്ങുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയിൽ ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും. അപ്പോൾ അതിൽ കുറച്ച് പേരെ എന്നെ വിളിച്ചു, ഡയറക്റ്റായിട്ടും അല്ലാതെയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളോട് ആവശ്യപ്പെടുന്നു കേട്ടോ. എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇന്ന് മുടക്കായതുകൊണ്ട് മോന് അലോവേര തേക്കണമെന്ന് പറഞ്ഞു, മുഖത്തും തലയിലൊക്കെ തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് അലോവേര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ അലോവേര. രാവിലെ എടുത്ത് ഇല്ലെങ്കില് അല്പം വെള്ളത്തിൽ ഇറക്കി വെച്ചു. വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും, കറയാണ് അതിൻ്റെ. അപ്പോൾ അത് പോവാതെ നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും ചൊറിച്ചിലുണ്ടാവും. അപ്പം നമ്മൾ അത് കളഞ്ഞിട്ട് വേണം. അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഈ വെള്ളം നോക്കിയാൽ അറിയാം മഞ്ഞ കറ ഇറങ്ങി വന്നതാണ് കേട്ടോ ഇത്. അപ്പം അവനിന്ന് തലയിൽ മുഖത്ത് എനിക്ക് തേച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഹായ്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഇങ്ങനെ വലിയ ലീഫാണെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് കണ്ടിക്കാം കേട്ടോ. മുറിച്ചിട്ട് രണ്ടാക്കാം. എന്നിട്ട് ഇതിലുള്ള ഈ സൈഡിലെ മുള്ളു പോലത്തെ നമുക്ക് ചെത്തിക്കളയാം. രണ്ട് വശവും ചെത്തിക്കളയാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലെ തൊലി കൂടി ചെത്താം. ഇങ്ങനെ ഈ അരം പോലെയുള്ള കത്തിയാണെങ്കിൽ നന്നായി കേട്ടോ. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെറുതായിട്ട് എടുക്കാൻ പറ്റും. കഷ്ണങ്ങളല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് തലയിലേക്ക് മുഖത്തും തേക്കാനാണ്, കുളി കഴിഞ്ഞിട്ട് തേക്കാനാണ് കേട്ടോ. അത് കാരണം ഇത് ജെല്ല് മാത്രം മതി. ജെല്ലിൽ വേറെ ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചുകൂടി വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ തേച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയണമെന്നില്ല കേട്ടോ. ഇത് മാത്രം, ജെല്ല് മാത്രമാണെങ്കിൽ. മുടി വളരാനൊക്കെ നല്ലതാട്ടോ. താരനും പൊക്കുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളിഡേ ഇതുപോലെയുള്ള മുടക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്കൂളൊക്കെ ഉള്ളപ്പോൾ കറക്റ്റായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നിപ്പോൾ മുടക്കാണ്, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതുപോലെ കിട്ടും നമുക്ക്. കണ്ടോ, ജെല്ലായിട്ട് അധികം പീസൊന്നും വരാതെ നമുക്ക് കണ്ടോ ജെല്ല് രൂപേണ കിട്ടും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ മുടിയിലും തലോട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ജെല്ലുകൾ ഉണങ്ങിയിരിപ്പുണ്ടാവും. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് കോംബ് ചെയ്ത്, കുട്ടികൾക്കാകുമ്പോൾ മുടിക്ക് നീളം ഉണ്ടാവില്ല ആൺകുട്ടികൾക്ക്. അപ്പം നമ്മൾ കോംബ് ചെയ്ത് ആ ചെറിയ ചെറിയ പീസ് പോലെയുള്ള ഉണങ്ങിയതിന് ശേഷമുള്ള ജെല്ലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നീളമുള്ള മുടിയിലാണെങ്കിലും നമ്മൾ വെടുത്തുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ആ ഉണങ്ങിയ ജെല്ലിൻ്റെ കുഞ്ഞ് കുഞ്ഞ് അവശിഷ്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. അന്ന് തന്നെ അത് ഉണങ്ങിയ ശേഷം ക്ലീൻ ചെയ്യാം. പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് കേട്ടോ. അപ്പം ഇതാണ് ജെല്ല്. എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ് ഇതെല്ലാം. നമസ്തേ. പിന്നെ കാണാം വീഡിയോ ആയി.